ഇതാണ് തുരുത്തിക്കാട്ടിലെ പടുശാപം ചേർന്ന വിജയൻ എന്ന് പറയുന്ന ആശാരി എന്ന് പറയുന്നവൻ. ഈ കണ്ണാടി വെച്ച് നിൽക്കുന്നവൻ. അതുകൊണ്ട് സമൂഹത്തിൽ അറിയാനായിട്ട് മറ്റുള്ളവർക്ക് ഈ ഗതി വരാതിരിക്കാൻ വേണ്ടി രണ്ട് കുടുംബത്തിലെ ഉത്തരവാദിത്തോടെ ജീവിക്കുന്ന രാജേഷ് ഇടുന്ന വാർത്തയാണ്. ഈ വ്യക്തികളുടെ കാരണം കാണിക്കാമെങ്കിൽ സമൂഹത്തിൽ നല്ലൊരു സിനിമ നടത്താനുള്ള കാരണങ്ങളുണ്ട്. സംഘർഷമുണ്ട്, വ്യഭിചാരമുണ്ട്, മോഷണമുണ്ട്, പിടിച്ചുപറിയുണ്ട്, മറിച്ച് വിറ്റ് തടി വിറ്റ് ജീവിതമുണ്ട്, സ്ത്രീകളെ കൂട്ടിക്കൊടുക്കുന്നുണ്ട്, വെപ്പാട്ടിയായിട്ട് വെക്കുന്ന സീനുകളുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ചെയ്തുകൊണ്ടിരുന്നത് ഈ വ്യക്തിയുടെ പെങ്ങളെ കൊണ്ട് കൂട്ടിക്കൊടുക്കുന്ന, അതായത് പെങ്ങളെന്ന് പറയുന്ന ഗീതാകുമാരി പ്രസന്ന പെങ്ങളെ കൂട്ടിക്കൊടുക്കുകയായിരുന്നു ഒരിടയ്ക്കത്തെ തൊഴിലിനു വേണ്ടി നേരത്തെ പരിപാടി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് ഒരുപാട് അളിയന്മാരും ഒരുപാട് അമ്മാവന്മാരും ഉണ്ട്. ഈ വ്യക്തി തൊഴിലെടുക്കാൻ വേണ്ടി ഓരോരുത്തരെ കഞ്ഞിയും കൊടുത്ത് പയറും കൊടുത്ത് ഇച്ചിരി പൈസയും കൊടുത്ത് ജീവിതം കഴിച്ചു കൂട്ടി. നല്ല കാശ് പുള്ളി ഉണ്ടാക്കി. ഇത്രയും ആശാരിമാരുണ്ടല്ലോ ഈ കേരളത്തിൽ, എത്രമാത്രം ആശാരിമാർ ഉണ്ട്? ആർക്കെങ്കിലും ഇത്രയും സാമ്പത്തികം ഉണ്ടായിട്ടുണ്ടോ ഈ വ്യക്തിയുടെ? നല്ല കള്ളനോട്ട് പൂഴ്ത്തി വെക്കാനായിട്ട് ലാൽജി തോമസ്, ചിറയിലെ ലാൽജി തോമസ് കൂട്ടുകാരനായി പെങ്ങളെ പണി. ആരാണ്ടെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി പെരയ്ക്കകത്തുനിന്ന് വെളിയിൽ അങ്ങനെ അധികം ഇറങ്ങാറില്ല. സമൂഹത്തിൽ ചുരുക്കം ചില സമയത്തെ ഇറങ്ങത്തുള്ളൂ. പ്രശാന്ത് എന്ന പേര്. ഇപ്പോൾ അമ്മയെ പണ്ണാൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് സമൂഹത്തിൽ അങ്ങനെ ഇറങ്ങത്തില്ല. നാട്ടുകാർ പിടിച്ച് പോന്തു. അതുകൊണ്ട് ഒരു 10-12 പ്രാവശ്യമായിട്ട് പടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം വലിയതായിട്ട് ഇറങ്ങത്തില്ല വെളിയിലോട്ട്. അതുകൊണ്ട് ഏത് വ്യക്തിയുടെ മോനാന്ന് തെളിച്ച് പറയാൻ പറ്റത്തില്ല. അല്ലായിരുന്നെങ്കിൽ പറയാമായിരുന്നു. അതുകൊണ്ട് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. കാളക്കുഞ്ഞുട്ടിയുടെ ആണോ, അതോ ചട്ടൻ കുഞ്ഞുവിൻ്റെ ആണോ, അതോ മറ്റേ ഈ ലാൽജി തോമസിൻ്റെ ആണോ, അതോ ഏതൊക്കെ അച്ചായന്മാർ, അത് വലിയ ക്രിസ്ത്യാനി ആയി കഴിഞ്ഞാൽ പിന്നെ നാനാജാതി മാറി വെച്ച് ക്രിസ്ത്യാനി ആയി കഴിഞ്ഞാൽ പിന്നെ അച്ചായന്മാരാ എല്ലാവരും. നാനാജാതി എന്ന് പറയാൻ പറ്റത്തില്ല, ക്രിസ്ത്യാനിയ. പക്ഷേ ഇതിനെല്ലാം നിൽക്കുന്ന ചേരമ ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാരെ ഒറ്റപ്പെടുത്തുക. അവർ മതം മാറ്റുന്നുണ്ട്, മതം മാറ്റി വെച്ച് അവരെ ഒറ്റപ്പെടുത്തുക. പൊന്നി അങ്ങനെ ഒരു വ്യക്തിയാണ്. പക്ഷേ അവരെ അംഗീകാരം കൊടുക്കത്തില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അംഗീകാരം കൊടുത്താൽ പിന്നെ ഈ ചെറിയ കുടുംബം മൊത്തം വിറ്റ് കൊടുക്കേണ്ടി വരും. ആദ്യകാലങ്ങളിൽ ക്രിസ്ത്യാനികൾ വലിയ തൊഴിലെടുക്കാൻ വേണ്ടി വിളിക്കുന്നിടത്ത് കൊല്ലന്മാരെ ഒറ്റപ്പെടുത്തുകയായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. ഇവന് ഉളി കാച്ചി കൊടുക്കാനായിട്ട് നല്ല ആൾക്കാരുള്ളിടത്ത് അങ്ങ് പിടിക്കും. ചെറിയ കൂടോത്രം അങ്ങ് ചെയ്തു കൊടുക്കും അവർക്ക്. അതായത് സുരേഷ്, പുതുശ്ശേരി സുരേഷ്, പിന്നെ ഓതറയിൽ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ അമ്മാവനെയൊക്കെ അങ്ങ് നശിപ്പിച്ച് കുളവാക്കി അയാൾ നശിച്ചു പോയി. ഓരോരുത്തർക്കും പൈസ കൊടുക്കാനുണ്ട്. ലാസ്റ്റിൽ പണിയും കഴിഞ്ഞ് ചിങ്ങ് പോരും, പൈസ കൊടുക്കത്തില്ല. അതാണ് ഇവരുടെ ശീലം. വലിയ മഹത്വ പറച്ചിൽ. പിന്നെ ഇപ്പം വിനീഷിൻ്റെ കൂട്ടത്തിൽ ഒരു പയ്യന് ഒരുത്തനോട് വന്നിട്ടുണ്ട്, തിരുവല്ലക്കാരന്. വിനോദിൻ്റെ കൂടെ മോഷണത്തിന് പോയ ആ വ്യക്തിയുടെ മോനാണ്. ഒരെണ്ണം ഉണ്ടായിരുന്നു, 2 എണ്ണമായിരുന്നു. ഒരെണ്ണം ചത്തുപോയി, ഇടികൊണ്ട്, പോലീസിൻ്റെ ഇടികൊണ്ട്. പിന്നെ പറഞ്ഞുണ്ടാക്കി മൊയലുദീനമാണ്. ഇവർക്ക് പ്രത്യേകത വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങ് അസുഖങ്ങളാണ്. പിന്നെ ഒരു ചട്ടനുണ്ടായിരുന്നപ്പോൾ ചട്ടൻ്റെ കാല് ദൈവമായിട്ട് ഓടിച്ചതായിരുന്നു. ആ ചട്ടൻ്റെ കാല് പിന്നെ വാക്കോട് തല്ലി ഓടിച്ചു വെച്ചാൽ ചട്ടൻ ചത്തത്. അനിത എന്ന് പറയുന്നൊരു ചട്ടൻ്റെ ഭാര്യ എന്ന് പറയുന്നൊരു സാധനത്തിൽ കൊണ്ടുവന്നായിരുന്നു മലയിൽ. പിന്നെ കറണ്ട് എടുക്കാനും എല്ലാത്തിനും അങ്ങ് ഭയങ്കര വിഷയം ഉണ്ടാക്കുകയായിരുന്നു അവിടുത്തെ പരിപാടി ആദ്യകാലത്ത്. അവിടുന്ന് മലയിൽ നിന്ന് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞ് തോട്ടത്തിക്കാരുടെ സ്ഥലം മേടിച്ച് ഇറങ്ങിക്കഴിഞ്ഞേച്ച്, താമസം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞേച്ച് പിന്നെ അങ്ങ് വലിയ ഗ്രഹസ്ഥനാകുക പിന്നത്തെ പരിപാടി. ആയേച്ച് പിന്നെ അവിടെ ചട്ടനെ കൊണ്ട് താമസിപ്പിച്ചു. പിന്നെ കറണ്ട് ഞങ്ങൾ കാശ് കൊടുത്തെടുത്തായിരുന്നു. പിന്നെ വളഞ്ഞൂല് പോലെ നടക്കുന്ന ആ മിത്രക്കേരുകാരന്, ആ ശിഖണ്ഡി, പിന്നെ എല്ലാവരോടും അങ്ങ് പറഞ്ഞുണ്ടാക്കി വെക്കുന്നു അവൻ്റെ പെണ്ണുമ്പിളെ കളിക്കാൻ കൊടുത്ത കറണ്ട് അവിടെ കൊണ്ടുവന്നേക്കുന്നു.
അതുപോലെ സർക്കാരിനെ കളിപ്പിക്കാനായിട്ട് ലോൺ എടുത്തായിരുന്നു. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ വെക്കാതെ, അതായത് സ്വർണം പണയം വെച്ച് ഞാൻ വർക്ക്ഷോപ്പ് ഇട്ടപ്പോഴത്തേക്ക് അവൻ അവർ പോയി ലോൺ എടുത്തു. ലോൺ എടുത്ത് വെച്ച് വർക്ക്ഷോപ്പ് കാണിച്ചേക്കുന്നതോ എൻ്റെ വർക്ക്ഷോപ്പ് 3 ബേസ് കണക്ഷന്. പിന്നെ നിലനിൽപ്പില്ലാതാകുക. കാര്യം എന്നാന്ന് ചോദിച്ചാൽ എടുത്തു കൊടുത്തേക്കുന്ന അയാൾക്ക് കാശടയ്ക്കണമായിരുന്നു. അതുകൊണ്ട് പിന്നെ അയാൾ കിടന്ന് 7 നേരം കിടന്ന് ബഹളമായി. അതുകൊണ്ട് അവിടെ നിന്നിട്ടാണ് എനിക്ക് ബഹളമായി. ഞാൻ അയാളെ ആട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പഞ്ചായത്തിലാണ് ഒരു ഗാർഗിയ എന്താണ്ട് ഒരു ഓഫീസർ എന്ന പേര് അയാളുടെ. എന്തൊക്കെ പറഞ്ഞാലും ഗീതാകുമാരി പ്രസന്നെ പറ്റി പത്തനംതിട്ട പോലീസുകാർ കേസെടുക്കത്തില്ല. കാര്യം എന്ന് നെയ്തേലി ബേബി എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ, മല്ലപ്പള്ളി പഞ്ചായത്തിൽ ഒരു വേശ്യാല നടത്തുന്ന, ഒരു പോലീസുകാർക്കും നാട്ടുകാർക്കും എല്ലാം വേശ്യാല നടത്തുന്ന ഒരു പുള്ളിക്കാരൻ, അതിനകത്തിലെ ഒരു കീപ്പാണ് ഈ വേശി പ്രസന്ന. പിന്നെ മുട്ടത്തിൽ ഒരെണ്ണമുണ്ട് ഇതുപോലെ തന്നെ. അവരുടെ എല്ലാം തന്ത ഒന്ന്, പക്ഷേ അച്ച് വെവ്വേറെ, ചേട്ടത്തി അനിയത്തിമാരുടെ അച്ചുകളാണ്. അതുകൊണ്ട് പിന്നെ ഇവർക്ക് ആരെതിർത്താലും ഇവരുടെ മെയിൻ പരിപാടി കൂടോത്തരമാണ്. അങ്ങനെ കൂടോത്തരം ചെയ്യുന്ന ആൾക്കാരോട് ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഇവർക്ക് പ്രത്യേകമായിട്ട് ഒരു ലിംഗമുണ്ടാക്കി എപ്പോഴും വെളിയിലോട്ട് ഇറങ്ങാതെ അതിനകത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന ലിംഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ ഈ കൂടോത്തരം ചെയ്യുന്ന ആൾക്കാർ? അതാകുമ്പം പിന്നെ അങ്ങ് പോകണ്ടല്ലോ. മറ്റുള്ളവർക്ക് ആർക്ക് ശല്യമാകത്തില്ലല്ലോ. ഇവരുടെ കിടക്കുന്ന പരിസരം ഒന്ന് നോക്കാവും. ആൾക്കാർ മുറ്റത്തിരുന്നായിരുന്നു വെളിക്കിറങ്ങിക്കൊണ്ടിരുന്നു, കവറിൻ്റെ മണ്ടയ്ക്ക് ഇട്ടേച്ച്. ആണുങ്ങൾ വരുമ്പോഴത്തേക്ക് അടുത്ത ചാർജ് ആകണ്ടേ? അതായിരുന്നു പരിപാടി ഇവരുടെ. ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ നിയമം. അടിച്ചാൽ നിയമമില്ല. ഞങ്ങൾക്ക് റോഡിലിട്ട് മർദ്ദിച്ചു പാലത്തുങ്കവലയിൽ 2 പ്രാവശ്യം, 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം. ഇവർക്ക് നിയമമില്ലേ? അത് വീട് കത്തിച്ചാൽ നിയമമില്ലേ? വീട് കത്തിച്ചാന്ന് പറയാനുള്ള കാരണം, ഇത്ര വർഷമായിട്ട് പറയാനുള്ള കാരണം, പോലീസുകാർ രമേശൻ എസ് ഐ എന്ന് പറയുന്നവൻ എന്നെ കീഴ്വായ്പൂർ പിടിച്ചു വെച്ചുകൊണ്ട് 7 മണി കഴിഞ്ഞ് എന്നെ ചുമ്മാതെ കള്ളക്കേസിൽ പിടിച്ചു വെച്ചേച്ച് 7 മണി കഴിഞ്ഞ് എന്നെ വീട്ടിലേക്ക് വിട്ടത്. ആ സമയത്തിൻ്റെ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ പിടിച്ചു വെച്ചേച്ച് സന്ധ്യ ആയപ്പോഴത്തേക്ക് വീടിന് തീ വിട്ടു. അത് ആരൊക്കെ ചേർന്ന് ഇട്ടെന്നുള്ളത് നല്ലതായിട്ട് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളല്ല അത് പറയേണ്ടത്. അല്ലെങ്കിൽ നിയമം പാലിക്കണമെങ്കിൽ ഞങ്ങൾ തന്നെ ആൾക്കാരെ ഇറക്കാം. പോലീസ് ഇടപെടരുത്. ഞങ്ങൾ തന്നെ ആൾക്കാരെ ഇറക്കി ഞങ്ങൾ തന്നെ നിയമം കാണിക്കാം. പക്ഷെ പലരുടെയും പല തലകൾ കാണാതാകും. അതിന് തടസ്സം നിൽക്കല്ല. ഇപ്പം തന്നെ നെയ്തേലി ബേബി ഇവിടങ്ങളിൽ പല ആൾക്കാരും മരണപ്പെട്ടു പോയി. എല്ലാം മരണപ്പെട്ടു പോയത്. അതുപോലൊക്കെ ഓരോന്ന് നടക്കും. അതുകൊണ്ട് മാനസികമായിട്ട് പോലീസ്, സർക്കാർ ഇടപെട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക. ചെറയിലെ ബിജുവിനെ വിനീഷ് ആട്ടുകയും ഇപ്പോൾ ഇന്ന് നടന്ന കേസാണ്. വിനീഷ് ആട്ടുകയും വട്ടാന്ന് വിളിക്കുകയും ചെയ്തു. അവൻ്റെ വല്യമ്മ ചെയ്ത ശാപം അവൻ്റെ അപ്പം വാട്ടുതുള്ളി നടന്നു. അതുപോലെ തന്നെ ഈ ചെറയിലെ ബിജുവിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കഴുത്തേ കിടന്ന മാല പണയം വെച്ചാണ് അവൻ വിജയൻ രാജാവായത്. തിരിച്ചു കൊടുത്തത് പിച്ചള. ആ പിച്ചള ചോദിക്കാതിരിക്കാനാണ് ഇവരെ മാനസികമായിട്ട് രോഗികളാക്കി മാറ്റിയേക്കുന്നത് കേട്ടോ. അത് വിനീഷ് ഒന്ന് ഓർക്കുക. പഴയ ചരിത്രം ചകയാൻ പോകുമ്പോൾ ഒരു 8 പവൻ്റെ മാലയൊക്കെ പൊങ്ങും ചിലപ്പോൾ കേട്ടോ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കീഴ്വായ്പൂർ പോയിരുന്നതിനൊട്ട്, അതായത് കുറേ വിശ്വകർമാക്കളെയും കൊണ്ട് കയറ്റി വെച്ചോണ്ട് കൊടി പിടിച്ചതിനൊട്ട് നിങ്ങൾക്ക് എറണാകുളം കോടതി കൊണ്ടുവന്ന് കേസ് കൊടുക്കുക ഞങ്ങളുടെ പേരിൽ. എല്ലാവരും മൊത്തം പേര് അപ്പച്ച പണിയവരും എല്ലാ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾക്കൊണ്ട് എറണാകുളം കോടതി കൊണ്ട് കേസ് കൊടുക്കാവും. പറ്റുമോ? പോലീസുകാരെ കൂട്ടണ്ട. പോലീസുകാർ നിങ്ങളുടെ സൈഡോടും അങ്ങ് പിടിച്ചോട്ട്. നാട്ടിലുള്ള മൊത്തം പോലീസുകാർ, പ്രസന്നെ പണിയിട്ടുള്ളവരും എല്ലാ ആൾക്കാരും. DVSP ഓഫീസിൽ നിന്നൊരു CD 100 പണ്ട് ഇവിടെ വരുമായിരുന്നല്ലോ, CD 100 പുള്ളിയുടെ വണ്ടി. ഇപ്പോൾ ആ വണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. തിരുവല്ല DVSP ഓഫീസിലെ പോലീസുകാരനായിരുന്നു. പ്രസന്നയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരനായിരുന്നു.
ആ പുള്ളി ഇപ്പോൾ സി ഡി ഡോൺ ഉണ്ടോ എന്നറിയത്തില്ല. സി ഡി ഡോൺ അല്ല, CD100 പഴയ വണ്ടി കേട്ടോ. ആ പുള്ളികളൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല. തിരുവല്ലയിൽ ഏറ്റവും വലിയ ഉണ്ടാക്കുകാരനായിരുന്നു. അതുപോലെ എല്ലാവരെയും കൂട്ടി വെച്ചുകൊണ്ട് നിങ്ങൾ കൊണ്ട് എറണാകുളം കോടതി കൊണ്ട് കേസ് കൊടുക്കും ഞങ്ങളുടെ പേരിൽ. ഞങ്ങളെ അങ്ങ് ഓടിക്കാവില്ല പെട്ടെന്ന്. അന്നേരം ബാങ്കുകാരെ ഇളക്കാതെയും പല ആൾക്കാരെ ഇളക്കാതെയും ഒക്കെ ശല്യം അങ്ങ് ഒതുങ്ങുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് സമാധാനവും കിട്ടും. എൻ്റെ അമ്മയെ നിരന്തരം തെറി വിളിക്കാതെയും എല്ലാവർക്കും സമാധാനമാകുകയും ചെയ്യും. മറ്റുള്ളവർക്കും കൊല്ലന്മാർക്കും നാട്ടിൽ കിടക്കുന്ന ആൾക്കാർക്കും മുഞ്ഞ എന്ന് പറയുന്ന ക്യാൻസർ വന്ന ആൾക്കാരുണ്ടല്ലോ, ഓരോരുത്തരെ ഉണ്ടാക്കാൻ പോയി മുഞ്ഞ കൃഷി നടത്തിയ ആൾക്കാരൊക്കെ, തൊട്ടയിലൊക്കത്തൊക്കെ ഉള്ള ക്യാൻസർ വന്ന് ചത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, മുഞ്ഞ കൃഷി അതൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അങ്ങ് മിണ്ടാതെ അങ്ങ് ഇരുന്നോളും. അക്കൗണ്ട് അമ്മയൊക്കെ നല്ലതായിട്ടിരിക്കുകയും ചെയ്യും. ചെറിയ ഓരോ പേരുകളൊക്കെ ഞാൻ പറയാം. കിടക്കുന്ന ചാവാലിയങ്ങളെ കൊണ്ട് അടുപ്പിക്കാതെ, മറ്റുള്ളവരെയും കൂടെ അടുപ്പിക്കാതെ, നിങ്ങൾ തന്തയ്ക്ക് പറഞ്ഞ ആൾക്കാരാണെങ്കിൽ മൊത്തം ആശാരിമാരും കൂടെ കൂടിക്കൊണ്ട് ഇവർക്ക് കൊടി പിടിക്കുന്ന ആൾക്കാരും എല്ലാ വിശ്വകർമാക്കളും എൻ്റെ അപ്പൻ്റെ ആൾക്കാരും പ്രസന്നെ ഉണ്ടാക്കിയ ആൾക്കാരും എല്ലാം കൂടെ കൂടി അങ്ങ് കോടതി കൊണ്ടങ്ങ് കേസ് കൊടുക്കും.